2020 ചീഫ് കോർഡിനേറ്റർ സാബുവൻ ജേക്കബിനെതിരെ പ്രതിഷേധം നടക്കുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബൂത്തിന് സമീപത്ത് വെച്ച് സംസാരിച്ചെന്നാണ് UDFും LDFും ആരോപിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്ത് വിലങ്ങ് സെന്റ് മേരീസ് പള്ളി ബൂത്തിലാണ് പ്രതിഷേധമുണ്ടായത്. സിജോ വർഗീസ് ചേരുന്നു. സിജോ, എന്താണ് സ്ഥലത്ത്, എന്തിനാണ് പ്രതിഷേധം? ധന്യ, 2020ക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ വിലങ്ങ് സെന്റ് മേരീസ് ബൂത്തിൽ 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബുവൻ ജേക്കബും കുടുംബസമേതം എത്തി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ആ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നപ്പോഴാണ് അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാനായി അവിടെ നിന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സ്ഥലം നിങ്ങൾ ഈ കോമ്പൗണ്ടിനകത്താണ്, അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് പിന്നീട് ഇവിടെ കാത്തുനിന്ന CPM കോൺഗ്രസ് പ്രവർത്തകർ, അതായത് LDFിന്റെയും UDFിന്റെയും പ്രവർത്തകർ എത്തുകയും ചെയ്തത്. പിന്നീട് അവിടുന്ന് മാധ്യമ പ്രവർത്തകരെ അവിടുന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ആദ്യഘട്ടത്തിൽ സ്വമേധയാ മാധ്യമ പ്രവർത്തകർ ഇവിടെ നിന്ന് പുറത്തേക്ക്, ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കുകയും ഈ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നാണ് അവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം, സാബുവൻ ജേക്കബിന്റെ പ്രതികരണം എടുക്കുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് വീണ്ടും ഇവിടെ നിന്ന പ്രവർത്തകർ, CPMന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകർ കൂടുതലായി ഈ സ്ഥലത്തേക്ക് എത്തുകയും അതിനുശേഷം അവിടെ വെച്ച് വീണ്ടും ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായും ഈ പോളിംഗ് നടക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. അതിന് അനുവദനീയമായ സ്ഥലമുണ്ട്. അനുവദനീയമായ സ്ഥലങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് തടസ്സവുമില്ല. പക്ഷേ അത്തരത്തിലും കാര്യങ്ങളെല്ലാം സംയമനം പാലിച്ചു നിന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് യാതൊരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തത്. എന്തായാലും ഈ മുമ്പ് LDF UDFിന്റെയും സ്ഥാനാർത്ഥികൾ ഈ പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ അവരെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല എന്നാണ് പറയുക. അവിടെ നിന്ന് അവരെ നീക്കം ചെയ്തു പോലീസ്. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ 2020യുടെ ചീഫ് കോർഡിനേറ്റർ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു അനുമതി കൊടുത്തു എന്നുള്ള ഒരു കാര്യം ആരോപിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതിനുശേഷം ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം സാബുവൻ ജേക്കബ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ അല്ലെങ്കിൽ 2020ക്ക് ജനപിന്തുണ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പരാജയ സ്ഥാനാർത്ഥി അധികം നേരം നിന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ചെറിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്.